ഓക്കെ. അപ്പൊ 2-3 പ്രാവശ്യമായി നമുക്കത് സൂമില് കറക്റ്റ് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞു. കാരണം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഓക്കെ. ഇപ്പോ നമ്മൾ ഈ സൂം വെക്കുന്നത്, ഇത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ടീമിലേക്കുള്ളതാണ് സൂം. കമ്പനിയുടെ ഔദ്യോഗികമായിട്ടുള്ള സൂം അല്ല. എന്നാൽ നമ്മുടെ ടീമിലേക്ക് വരുന്ന ആളുകൾ, കാരണം നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ ആ ജോയിൻ ചെയ്യിച്ചവർക്കുള്ള ഇൻഫർമേഷൻ കിട്ടണം കറക്റ്റ് ആയിട്ട്. ആ ഇൻഫർമേഷന് വേണ്ടിയാണ് നമ്മൾ ഡെയിലി സൂം വെക്കുന്നത്. എന്നാൽ എല്ലാ ടീമിലും സൂം, ഇന്നിപ്പോ 2ാമത്തെ സൂമാണ് ഞാൻ ഇരുന്നത്. കാരണം നമ്മൾ ടീം വേറൊരു സൂം വെച്ചപ്പോൾ അതിലൊന്ന് കയറാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിലൊന്ന് കയറി. അത് 7 to 8 മണിയായിരുന്നു. ഓക്കെ. അപ്പൊ അതിലൊന്ന് അങ്ങനെ പല ആളുകൾക്കും പല സ്ഥലങ്ങളിലും സൂം നടത്തുന്നുണ്ട്. ഞാനിപ്പോ വെക്കുന്നത് നമ്മുടെ ടീമായിട്ട് ഞാനായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ച ആളുകളുണ്ട്. അപ്പൊ അവർക്ക് അതിൽ ഇൻഫർമേഷൻ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഈ സൂം ഞാൻ കണ്ടിന്യൂ കൊണ്ടുപോകുന്നത്. ശരിക്കും ഇന്ന് ഹിന്ദിയാണ് പറയേണ്ടത്. ഓക്കെ. ഇന്ന് ഹിന്ദി ആകാത്തതിന്റെ കാരണം ഇന്നലെയൊക്കെ നമുക്ക് 100 പേരെ കറക്റ്റ് ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം കയറാൻ കഴിഞ്ഞില്ല. നമുക്ക് ഒരു ദിവസം ഇപ്പൊ വരുന്നത് ഏകദേശം ഒരു 500-1000 കോളാണ് ദിവസം വരുന്നത്. അപ്പൊ ഈ 1000 കോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുഴങ്ങി പോവാണ്. അപ്പോൾ ഒരു കാര്യം പറയുന്നത് എല്ലാവരോടും പറയുമ്പോൾ അത് പിന്നെ അത്ര കുറച്ച് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ നമ്മളൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നെങ്കിൽ ആ കാര്യം എല്ലാവർക്കും ബാധകമാണ്. എന്റേത് ഇങ്ങനെയാന്ന് ചോദിക്കേണ്ട ഒരു കാര്യമല്ല. ഒരാൾക്ക് റെഡി ചെയ്ത് എല്ലാവർക്കും റെഡി ആവുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് പുതുതായിട്ട് വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഈ പ്ലാൻ പറയുന്നതെന്ന് വെച്ചാൽ, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടാവും, ഇവര് അത് പ്ലാനൊന്നും പറയുന്നില്ല, ഇവരെ കാര്യം അത് മാത്രമേ പറയുന്നുള്ളൂ എന്നില്ല. ഞാൻ എല്ലാ കാര്യം പറഞ്ഞുകൊണ്ടാണ് വരാൻ പോകുന്നത്. നമ്മൾ അപ്പെക്സ് ടോക്കൺ എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന UK-ലാണ്. ഓക്കെ. UK രജിസ്റ്റർ ചെയ്ത ഈ കമ്പനിക്ക് ഇവരെ ഉള്ളടക്കുന്നതിന് ഇത്രയാണ്. ഇവർ ക്രിപ്റ്റോ കറൻസി കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പെക്സ് ടോക്കൺ എന്നതിന്റെ പേര് തന്നെ ടോക്കൺ ആയിട്ട് ഇറക്കിയേക്കാണ്. അത് 3 നെറ്റ്വർക്കില്ല 15,000 കോടിയും കൊണ്ട് ടോക്കനാണ് വന്നേക്കുന്നത്. അപ്പൊ 15,000 കോടി ടോക്കൺ ഉണ്ടെങ്കിൽ അത് 3 നെറ്റ്വർക്കിലാണ്. 3 നെറ്റ്വർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കണം. BNB, TRC, ഇങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റ് ഉണ്ട്. ടോപ്പിൽ നിൽക്കുന്നതാണ് ഈ 3 ഈ 3 നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ്, നെറ്റ്വർക്കുള്ള ടോക്കൺ കൊണ്ടാണ് ഈ അപ്പെക്സ് ടോക്കൺ എന്ന് പറഞ്ഞ ഈ കമ്പനി വന്നിരിക്കുന്നത്. ഓക്കെ. ഇത് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇവർക്ക് വരുമ്പോൾ തന്നെ ഇവർക്ക് ഒരു പ്രൊജക്ട് കൊണ്ട് 2-3 പ്രൊജക്ട്, ഇവർക്ക് 5ഓളം പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇംപ്ലിമെന്റ് ചെയ്ത് ഇപ്പൊ 2 പ്രൊജക്റ്റാ. 1ാമത്തെ പ്രൊജക്ടിന്റെ പേരാണ് ഫേസ് 1, ഒരു എക്സ്ചേഞ്ച് വന്നിരിക്കുക. 2 ഫേസ് 2. അപ്പൊ ഒരു എക്സ്ചേഞ്ച് ആണ് ഇവർ നമ്പർ 1 പ്രോജക്റ്റ്. നമ്പർ 2 ഒരു ഫേസ് 2 എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ്. ആരും ലോകത്ത് കൊണ്ടുവരാത്തൊരു സിസ്റ്റം കൊണ്ടാണ് ഫേസ് 2 എന്ന് പറഞ്ഞ പ്രൊജക്ട് കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇവർ മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഇവർക്ക് കമ്മോഡിറ്റി ബില്ല് ചെയ്യാൻ വേണ്ടി എന്ത് വേണം? പബ്ലിക് വേണം. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ബിനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ 2017 വരുന്ന സമയത്ത് നമുക്ക് 10 ടോക്കൺ അത് ചെയ്യുന്ന സമയത്ത് കിട്ടുമായിരുന്നു. 10 ടോക്കൺ ഫ്രീ ആയിട്ട് തരുമായിരുന്നു. ബിനാൻസിന്റെ 10 ടോക്കൺ തരുമായിരുന്നു ആ കാലത്ത്. അന്ന് അതിന് 10 സെന്റ് ആയിരുന്നു വില. ആ ടോക്കൺ നമുക്ക് ആർക്കും എടുക്കാൻ ബിനാൻസ്. അപ്പൊ ആരും ഇത്ര മൈൻഡ് ചെയ്തില്ല. ഇന്ന് ആ ടോക്കന് $617 ഇന്നത്തെ ഒരു വില, ഒരു ടോക്കന്റെ. അത് അന്ന് വാങ്ങി വെച്ച് അതേമാതിരി പബ്ലിക്കായിട്ട് കയറിയപ്പോൾ അത് ലോകത്തിന്റെ നമ്പർ 1 എക്സ്ചേഞ്ച് ആയിട്ട് മാറി. ഇന്ന് ലോകത്തിന്റെ നമ്പർ 1 എക്സ്ചേഞ്ച് 2017 വന്ന ഈ ബിനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ഇന്ന് ലോകത്ത് നമ്പർ 1 കോടീശ്വരനാണ് അയാള്. ബിനാൻസിന്റെ CEO ലോകത്തിൽ നമ്പർ 1. അതായത് നമ്മളെ ഇപ്പൊ നമുക്ക് പറയാം, റിലയൻസ് എത്രയോ കാലമായിട്ടുള്ള പൈസക്കാരാണ് ഇന്ത്യയിൽ, അതിനെ മറികടന്നിക്കാണ് ഒറ്റ എക്സ്ചേഞ്ച്. അതാണ് ബിനാൻസ് പറഞ്ഞ എക്സ്ചേഞ്ച്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു എക്സ്ചേഞ്ചിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അയാൾക്ക് എന്നാലും ഒരുപാട് ഇനിയും അതിന്റെ മേലുണ്ടാവും. പക്ഷെ അതൊരു ലിമിറ്റേഷനെ പറഞ്ഞിട്ടുള്ള അതിന്റെ മേലെയാന്നുള്ളത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മാത്രമാണ്. അപ്പൊ ഈ 3 നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ ഈ അപ്പെക്സ് ടോക്കണിന്റെ പേരിൽ തന്നെ വന്നു. 3 നെറ്റ്വർക്കിലും വന്നു. എന്നിട്ട് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ആ ആദ്യ കാലങ്ങളിൽ ഇവർ പറയാം, ഞങ്ങൾ ടോക്കൺ 1 വർഷം കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യും. 4 വർഷത്തെ പ്രൊജക്ട് കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ഈ 4 വർഷം കൊണ്ട് ഇത് $12 എക്സ്ചേഞ്ചിൽ വരും. $5 മേലെ ഞങ്ങൾ ടോക്കന് വിലയുണ്ടാവും. ഇപ്പൊ ഞങ്ങൾ വരുന്നത് 10 സെന്റിലാണ് വരുന്നത്. ലിസ്റ്റ് ചെയ്തിട്ടില്ല. വരാൻ പോകുന്ന ടോക്കനെ കുറിച്ചാണ്. അന്ന് ഞാനിത് കാണുന്ന സമയത്ത് 16 മാസം മുന്നേ പറയുന്ന സമയത്ത് ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ കമ്പനിക്ക് ഇപ്പൊ 19ഓളം മാസം ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ബിഗിനിങ് ടൈമിൽ നമ്മളിത് കയറി നമുക്കിത് മനസ്സിലായി. കാരണം എന്താ, ഇതിന്റെ ഞാൻ അപ്പൊ പറയാം, ഇതിന്റെ CEO അഭിജിത്ത് മാണി എന്ന് ഞാനാണ്. അത് പറയുന്നുണ്ട്, അഭിജിത്ത് മാണി ഞാനാണ് ഇതിന്റെ CEO. ഞാനിതിൽ കൊണ്ടുവരുന്ന പ്രോജക്റ്റ് ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും എക്സ്ചേഞ്ചുകളൊന്നും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഞാൻ ഫേസ് 1 എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടാണ് വരുന്നത്. ആ കൺസെപ്റ്റിൽ നിങ്ങൾക്ക് അംഗമാകണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകും.
അപ്പൊ എന്താ സാർ അതിന്റെ കാര്യം വെച്ചാൽ അന്ന് അവരൊരു പരിചയപ്പെടുത്താം. $50 തുടങ്ങിയ പാക്കേജ് $25,000 വരെയുള്ള പാക്കേജുകൾ ഞങ്ങൾക്കുണ്ട്. ബേസിക് ഞങ്ങൾക്ക് $50 ഏതൊരു സാധാരണക്കാരൻ ഈ ബിസിനസ് മനസ്സിലാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഇയാൾക്ക് ഞങ്ങളെ പ്രൊജക്റ്റിലൊക്കെ ഇംപ്ലിമെന്റ് ആക്കാം, ഷെയർ ഹോൾഡർ ആയി മാറാൻ പറ്റും, ഞങ്ങളെ കമ്പനി ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം കൊണ്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ അവർ പറയാം ഞങ്ങൾ ടോക്കൺ കൊണ്ട് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അതിന് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തു. അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് ഷെയർ ഉണ്ട്, ആ ഷെയർ ഞങ്ങൾ പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് എടുത്ത ഒരു നിർബന്ധമുള്ള കാര്യമല്ല. ഈ ടോക്കൺ ഇതിന്റെ ഷെയർ ആർക്ക് വേണ്ടി എടുക്കുക, അതിന് പ്രൊഫഷണൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ പബ്ലിക് വേണമെങ്കിൽ എന്താണ് സിമ്പിൾ ഒരു പ്ലാൻ കൊണ്ട് അവർ വന്നു. പ്ലാൻ അപ്പെക്സ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് വന്നു. അതുമാതിരി അവർ പറയാം ഞങ്ങളുടെ പ്ലാന് ഫേസ് 1 എന്ന് പറഞ്ഞ പ്രൊജക്ടിന്റെ പ്ലാൻ $50 ഒരാൾക്ക് അപ്പെക്സ് ടോക്കൺ പർച്ചേസ് ചെയ്താൽ 500 അപ്പെക്സിന്റെ ടോക്കൺ കിട്ടും. എത്രയാ? 500 അപ്പെക്സിന്റെ ടോക്കൺ കിട്ടും. ഈ ടോക്കൺ ഞങ്ങൾ തരുന്നത് TRC20 BIP20 ലിസ്റ്റായ ടോക്കണാണ്. അത് ലിസ്റ്റായ എക്സ്ചേഞ്ചുകൾ അസ്ബിറ്റ്, കോയിൻബിറ്റ്, ബിഗ്മാർട്ട്, എൽ ബാങ്ക്, ST.com. ഓക്കെ, ഇത്രയുണ്ട്. വാലറ്റ് ആകുമ്പോൾ ട്രസ്റ്റ് വാലറ്റ്, ഇതൊക്കെ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ട്രസ്റ്റ് വാലറ്റിൽ ലിസ്റ്റ് ആയ ഈ ടോക്കന് വരുന്നോണ്ടാണ് ട്രസ്റ്റ് വാലറ്റ് ലിസ്റ്റ് ആയ ഈ ടോക്കന് ഇതിന്റെ വാല്യൂ തന്നെ നല്ല ലെവലിലേക്ക് എത്തി. അപ്പം ഇത് സ്റ്റാർട്ടിങ് സമയത്ത് ഇതിന്റെ എക്സ്ചേഞ്ചിൽ നമുക്ക് നോക്കിയാൽ പറ്റും. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ, അതായത് ഫസ്റ്റ് പിന്നെ അസ്ബിറ്റ് വന്നു, കോയിൻ മാർക്കറ്റില്ല, പിന്നെ വന്നത് പിന്നെ ഏകദേശം നമുക്ക് കോയിൻ ബിറ്റിൽ വന്നു. ആ സമയത്ത് ഇതിന്റെ പിന്നെ റാങ്ക് നോക്കുകയാണെങ്കിൽ 18,000 റാങ്കാണ്. നിങ്ങൾക്കറിയാം 45,000 മുതൽ 50,000 വരെ റാങ്കുകളുള്ള ടോക്കൺ ഉണ്ട് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ. അപ്പൊ 50,000 ടോക്കൺ നിലവിൽ ലിസ്റ്റ് ചെയ്ത ടോക്കൺ മാർക്കറ്റിലുണ്ട്. ആ ടോക്കന് 50,000 ടോക്കൺസിന്റെ കാര്യം പറഞ്ഞിട്ടോ, 50,000 ടോക്കൺ കോയിൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ടോക്കനാണ്. അതിൽ നമ്മൾ ടോക്കൺ വരുന്ന സമയത്ത് 18,000 റാങ്കിലാണ്. ഇതിന്റെ ഗുഡ് ന്യൂസ്, ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അവിടെയാണ്. ഈ ടോക്കന് 9,000 എത്തി, 4,500 എത്തി, 3,000 എത്തി. ഇതാ 1043 റാങ്കിലാണ് ഇപ്പൊ നിൽക്കുന്ന ടോക്കൺ. അപ്പൊ നോക്കിയാൽ എത്ര ശതമാനം കയറി വന്നു. അത് ഇതിന്റെ ബ്യൂട്ടിയാ. കാരണം ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ സാധനേ നമുക്ക് ഇവിടെ അടിച്ചുണ്ടാക്കാൻ പറ്റില്ല. ലോകം അന്താരാഷ്ട്ര വിപണിയിൽ കടന്ന് ടോക്കൺ വാങ്ങണം വിൽക്കണം ചെയ്യുന്ന അതിന്റെ ഒരു ഫൗണ്ടർ ഉണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് ഇതിന്റെ വോളിയം എത്ര ഉണ്ട്, ഇതിന്റെ ലിക്വിഡിറ്റി എത്രയുണ്ട്, ഇതിന്റെ ആളുകൾ എങ്ങനെയൊക്കെ ഇത് വാങ്ങണത്, ഇതിൽ സ്കാമിലാണോ. 100% ക്ലിയർ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അഭിജിത്ത് മാണി ഇതിന്റെ സിഒന്റെ പേരാണ് മെൻഷൻ ചെയ്തത്. 2, ഇതിന്റെ റാങ്ക് 1043. ഇപ്പോഴും കമ്പനി പറഞ്ഞ അതൊന്നും അല്ല, 1000 താപ്പോട്ട് വരും, 500 താപ്പോട്ട് നമ്മുടെ കമ്പനിയുടെ റാങ്ക് വരും. അപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുള്ളൂ നമ്മൾ നിൽക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ചിന്തയിൽ ഇന്ന് വരെ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇത്ര റാങ്കിൽ ടോക്കൺ വന്നിട്ടില്ല, ഇത്ര എക്സ്ചേഞ്ചിന് വന്നിട്ടുണ്ടാവില്ല. കാരണം ഇത് വരുന്നത് റിയൽ സത്യസന്ധമായുള്ള കാര്യമായതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ടോക്കൻ, ഈ 500 അപ്പെക്സിന്റെ ടോക്കൺ നിങ്ങൾക്ക് തരുന്നത് TRC20. ഇപ്പൊ BIP20 ലിസ്റ്റായി. ഇപ്പൊ TRC20 ഓൾറെഡി എന്താണ് ലിസ്റ്റ് ICOയിലാണ്. ICO എന്ന് പറഞ്ഞാൽ കോയിൻ ഇനീഷ്യൽ ഓഫർ. ഒരു കമ്പനിയിൽ ഒരു കോയിൻ എടുക്കുന്ന സമയത്ത് ICO ആണ് ആദ്യം വരിക, എല്ലാവർക്കും പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടി. അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ വിൽക്കാം, പൈസ ഉണ്ടാക്കാൻ വേണ്ടി വിൽക്കാം. അപ്പൊ ഇത് വന്നതും ഏകദേശം 30-35 സെന്റാണ് നിൽക്കുന്നത്. നമുക്ക് എന്താണ് അപ്പെക്സ് എന്ത് വേണം ചെയ്യാം, ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ടോക്കൻ നിങ്ങൾ $50 പർച്ചേസ് ചെയ്യുമ്പോൾ 10 സെന്റിലാണ് നിങ്ങൾക്ക് തരുന്നത്. എന്നൊരു കമ്പനി പറയാം, ഈ 10 സെന്റിന് തരുന്ന ടോക്കൻ നിങ്ങൾ വാങ്ങി സ്റ്റേക്ക് ചെയ്തോളി, 225 ദിവസം വരെ ഞങ്ങൾ 1% ഞങ്ങൾക്ക് തരാം. കേട്ടോ, 1% ഞങ്ങൾക്ക് തരാം. അത് വർക്കിന്റെ മാത്രമേ തരുള്ളൂ. അപ്പൊ അന്ന് 225 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ മാർക്കറ്റിന് നമ്മളെ ടോക്കൺ സെല് ചെയ്യാം. അടിപൊളി പരിപാടിയല്ലേ? കാരണം എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ 4,500 മുടക്കിയിട്ട് 500 അപ്പസ് ടോക്കൺ തരുമ്പോൾ ഒരു കൊല്ലം കഴിയുന്ന സമയത്ത് ഇതിനങ്ങനെ $1 വന്നാൽ $500 പ്രോഫിറ്റ് ആയി. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന്റെ 10 ഇരട്ടി പ്രോഫിറ്റ് വന്നു. ഡെയിലി ഈ പ്രോഫിറ്റ് ഒന്ന് സെപ്പറേറ്റ്. ഇത് ഗിഫ്റ്റ് മണി രൂപയുടെ ടോക്കൺ നാളെ അസറ്റ് ആയിട്ട് മാറുന്നുണ്ടാവും. ഇതാണ് ഈ കമ്പനിയുടെ ബിസിനസ്. ഇത് നിങ്ങൾക്ക് എത്ര ആൾക്കും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇത് എത്ര പർച്ചേസ് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ബിസിനസ്സിനെ മനസ്സിലാക്കി 100% കോൺഫിഡന്റ് വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് $50 എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിച്ച് നിങ്ങൾക്ക് നല്ലതാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പ്രൊമോഷൻ ചെയ്യാം. ഓക്കെ, പ്രൊമോഷൻ ചെയ്താൽ 10% റെഫർ കമ്മീഷൻ കിട്ടും. ഓക്കെ, ഇത് ബൈ 1:1
ബിസിനസ്സാണ്. 1:1 എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ലെഫ്റ്റ് മാച്ച് ചെയ്യണമെങ്കിൽ അതിന് 10% തരും. ഒരു നിർബന്ധമല്ല. നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾ ആരും ചെയ്യാൻ പാടില്ല. ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, റഫറിന് 10% കിട്ടും, ബൈനറി 10% കിട്ടും. 10-20% ഇൻസ്റ്റന്റ് ആയിട്ട് കയറുന്നുണ്ടാവും. ആ കയറുന്ന ഫണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പോട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഈ സൂം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അപ്പെക്സ് ടോക്കൻ എന്ന ഈ ക്രിപ്റ്റോ കറൻസി 3 നെറ്റ്വർക്കിൽ വന്നു. ഒന്ന് നമുക്ക് ലിസ്റ്റായി, രണ്ടാമത്തെ ICOയിലാണ് കിടക്കുന്നത്. ഈ വന്നിരിക്കുന്ന ഈ ടോക്കനെ മൂന്നാമത് ICO വരാൻ പോവാണ്, ഇതിന്റെ ERC-20യുടെ. ഇതും വരുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ. ഓക്കെ, അപ്പോൾ ഇത് റഫറിലും ബൈനറി നിങ്ങൾക്ക് കിട്ടി. പിന്നെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉള്ളൂ. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഉണ്ടാവില്ല. കാരണം എന്താ, ഒരാൾ ഒരു ടീമിന് $50 ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അയാൾ നല്ല ഗ്രോ ചെയ്യുക, അയാൾക്ക് നല്ല ബിസിനസ് കിട്ടുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കൊടുക്കുന്ന ആള് ഈ ലീഡറാണ്. അപ്പൊ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കിട്ടില്ല. കിട്ടുന്ന ആരാണ്? കിട്ടുന്നത് പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന വർക്ക് ലീഡേഴ്സിനാണ് കിട്ടുക. അത് അവാർഡ്സ് റിവാർഡ്സ് അത് നല്ല കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. ഇതാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ നിങ്ങളെ എമൗണ്ട്, നിങ്ങൾ സീലിംഗ് ലിമിറ്റ് എമൗണ്ട് എത്രയാ? $50 50 കിട്ടുള്ളൂ. മാക്സിമം $1000 ഒരു ദിവസത്തെ വരുമാനം കിട്ടുന്നത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെക്കൻഡ്, ഇത് ഒന്നാമത്തെ ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ്സിൽ വന്ന് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ഇനി നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇതിന്റെ പ്രൊജക്റ്റാണ് ഞാൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് ഫേസ് 2. ഫേസ് 2ന്റെ പ്രത്യേകത എന്താ? ഫേസ് 2ന്റെ പ്രത്യേകത സിമ്പിൾ ആയിട്ട് ഏതൊരു മനുഷ്യനും കൊടുക്കാൻ പറ്റിയതും വാങ്ങാൻ പറ്റിയതാണ്. കാരണം എന്താ, നിങ്ങളെ ട്രസ്റ്റ് വാലറ്റ്, നിങ്ങളെ കയ്യിലുള്ള ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾക്ക് അപ്പെക്സിന്റെ ടോക്കൻ വാങ്ങി വെക്കുകയാണെങ്കിൽ എത്രയോ ആവട്ടെ 42% ബാനായി പോകുന്നുണ്ടാവും. ആ 42% ബാനായി പോയി ബാക്കി 58%ന്റെ 2% വെച്ച് ഡെയിലി ക്രെഡിറ്റ് ആവും. അതിന് ഒരു ലോക്കും ഇല്ല, ഒരു ഇഷ്യൂ ഇല്ല. കാരണം എന്താ, കിട്ടുന്ന പൈസ നിങ്ങൾക്ക് അപ്പം തന്നെ എക്സ്ചേഞ്ചിലേക്ക് മാറ്റാം. ഏതൊക്കെ എക്സ്ചേഞ്ച്? ബിഗ് മാർട്ടോ, എൽബേഗോ, ST.comോ, ട്രസ്റ്റ് വാൾട്ടോ എങ്ങോട്ടോ ഒന്ന് മാറ്റിയേക്കാം, ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ ടോക്കന്റെ പവറാണ്. ഈ ടോക്കനെ ഡെവലപ്പ് ചെയ്യിക്കുക 2-3 ഇൻകം. ടോക്കൻ വെച്ചാൽ അത് ഡെവലപ്പ് ആയിക്കൊണ്ട് അത് നമുക്കൊരു ഇൻകം. അതിന് ജനറേറ്റ് ചെയ്യുന്ന, അതിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ടോക്കൻ, അത് വേറൊരു വരുമാനം. ഓക്കെ, 2 വരുമാനമാണ് ഫേസ് 2 നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ ഇത് റെഫർ ചെയ്യുമ്പോൾ ഇപ്പൊ കമ്പനി എടുത്തൊരു ഓഫർ എന്താ, ഒരാൾ റെഫർ ചെയ്യാണ്, ഫേസ് 2 ഒരാൾ റെഫർ ചെയ്താൽ ബാൻ ചെയ്യുന്നതിന്റെ 20% ആർക്കുണ്ട്? റെഫർ ചെയ്ത് നോക്കുന്നുണ്ട്. ഒറ്റ റെഫറൽ മാത്രമേ ഉള്ളൂ അവിടെ, ബൈനറി ലെവലോ ഒന്നുമില്ല, ഓൺലി ഫോർ റെഫറൽ മാത്രം. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇതിന് എന്തുണ്ട്, 42% ബാനിങ് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആണ് ആ 20% കയറുക, അത് അവർക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഞാൻ അത് മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു. ഈ ഫേസ് 2ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാം, നിങ്ങളെ ലിങ്ക് ഉപയോഗിച്ച് കയറാം. 1. 2, നിങ്ങൾക്ക് ആ ടോക്കന്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, നിങ്ങൾ വാങ്ങി വെച്ച ടോക്കന് ഒരു ലോക്കും ഇല്ല, എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്താൽ. നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഒരു നോഡ് പർച്ചേസ് ചെയ്ത് തരികയാണ്. നോഡിന്റെ പ്രത്യേകത എന്താ, ഇന്ന് നിങ്ങൾ $1000 കിട്ടും. 2-3 മാസം നിങ്ങൾ പ്രോഫിറ്റ് കിട്ടി മൊത്തം എടുത്ത് വിഡ്രോ ചെയ്ത് നിങ്ങൾ ക്യാഷ് എടുത്ത് പോയി. ഓക്കെ, നിങ്ങൾ തോന്നുന്നത് നിങ്ങൾ പ്രയാസം വന്നപ്പോൾ നിങ്ങളെ പൈസ എടുത്ത് പോയി. രണ്ടാമത് നിങ്ങൾക്ക് ഫേസ് 2 വീണ്ടും വരാം. അപ്പം നിങ്ങൾ $1000 ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് സെയിം എമൗണ്ട് ആണ് എടുത്തു പോയതെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ അതിന് 42% ബാൻ ആവൂല. കാരണം എന്താ, ആ സൈറ്റിൽ നിന്ന്, ആ നോഡിൽ നിന്ന് നിലവിൽ നിങ്ങൾ 42% എടുത്തുകൊണ്ടിട്ട് നെക്സ്റ്റ് ടൈമിൽ സെയിം എമൗണ്ട് ആണെങ്കിൽ എടുത്തു പോകില്ല. എന്നാൽ നിങ്ങൾ 2500 ആണ് രണ്ടാമത് ഇടുന്നെങ്കിൽ $1500 42% എടുക്കും, 1000 എടുക്കില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു നോഡ് നമുക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പ് നമുക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ നമുക്ക് ഈ ബോണ്ട് എന്താ പറ്റി പറയാ വെച്ചാൽ, നോഡ് നമ്മൾ പറയുന്നത്, ആ നോഡ് എന്താണെങ്കിലും അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. ആ നോഡ് നമുക്ക് ലൈഫ് ടൈമിനാണ്, അത് നിൽക്കുന്നേ ഇല്ല. ഇതാണ് ഫേസ് 2, ഇതാണ് കമ്പനിയുടെ പ്രോജക്റ്റ്. ഈ ഒന്ന് കാരണമാണ് ട്വിറ്ററിൽ നമ്മൾ കണ്ടായിരുന്നു, നമ്മളൊക്കെ കണ്ടുപോയിട്ടുള്ളതാണ്. പിന്നെ ഇതിന്റെ ബിനാൻസിന്റെ ട്വിറ്ററിൽ നമ്മൾ കണ്ടായിരുന്നു അപ്പെക്സിനെ വെൽക്കം ചെയ്തത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ കമ്പനിയിൽ നമ്മളെ ടോക്കൺ അവിടെ വരുന്നു. കാരണം ലോകത്ത് ആരും കൊണ്ടുവരാത്ത പ്രൊജക്റ്റ് കൊണ്ടാണ് അഭിജിത്ത് മാണി സാറ് ഈ അപ്പെക്സ് ടോക്കൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതൊന്നും ആയിട്ടില്ല. ഇത് സ്റ്റെപ്പ് 1 എന്നുള്ള പ്രൊജക്റ്റിലേക്ക് എത്തണമെങ്കിൽ ഇന്ന് സാറിന്റെ വോയിസ് ഉണ്ടായിരുന്നു. എന്താണ് വോയിസ് ഉണ്ടായിരുന്നു? നമ്മൾക്ക് പ്രതിസന്ധികൾ ആ എല്ലാ കമ്പനികൾക്കും അതും ഇതൊക്കെ വരും. പല ആളുകളും പല ഇഷ്യൂസും പറയും. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ അറിയും? ഈ കമ്പനി ബിനാൻസിൽ വെച്ച് ലിസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഈ കമ്പനിക്ക് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, $12 എക്സ്ചേഞ്ചിൽ വന്നിട്ട് ബിനാൻസ് എന്ന എക്സ്ചേഞ്ച് ആദ്യമായി അപ്പെക്സിന്റെ BIP20 എന്ന ടോക്കൻ ലിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒന്നാമത്തത്.
രണ്ടും മൂന്നും ഇനി കിടക്കുക. രണ്ടാമത്തെ ഇതുവരെ കമ്പനി പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ അതിലും വലുതാ, മൂന്നാമത്തെ അതിലും വലുതാ. ഈ മൂന്ന് വരുന്ന സമയത്ത് ഈ എക്സ്ചേഞ്ചിൽ ഇപ്പം നമുക്ക് കണ്ടിരിക്കുന്ന എക്സ്ചേഞ്ചിൽ ഒരു ബ്രിഡ്ജ് വരും. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പാലം. ആ പാലത്തെ പറ്റി എന്താ, 3 നെറ്റ്വർക്കിന് ഒരു കൊടക്കിയിൽ കൊണ്ടിട്ട് ഒരേ കൊടക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അതിന് എന്തുണ്ടാവില്ല, ആരും കൊണ്ടുവരാത്തതിന് അതിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവർ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫേസ് 1 ഫേസ് 2 പറഞ്ഞു. ഇനി ഫേസ് 3 വരുന്നുണ്ട്. നമുക്ക് ഫേസ് 3ന്റെ പ്രത്യേകത എന്താ, ഫേസ് 3യിലെ പരിപാടി ഇത് തന്നെയായിരിക്കും. അത് എന്താണ് കമ്പനി ഇംപ്ലിമെന്റ് ചെയ്തില്ല, പക്ഷെ അത് വെച്ച് നമുക്ക് ഏത് ടോക്കനും ഏത് കടയിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം ലിസ്റ്റിലുള്ള ഇന്ത്യയിൽ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ലോകത്താണ് ഏത് കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ കൂടെ പറഞ്ഞു നമ്മൾ അപ്പെക്സ് എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഒരു എക്സ്ചേഞ്ച് ഓപ്പൺ ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാവും. കാരണം ഞാൻ ചെയ്യുന്ന മാതിരി മറ്റൊരാൾ ചെയ്യാം, മറ്റൊരാൾ ചെയ്യുന്ന മാതിരി മറ്റൊരാൾ ചെയ്യാം. എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. മെയിൽ ഐ ഡി കൊടുത്ത് ചിലപ്പോൾ പേരിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, കൺഫേം പാസ്വേഡിൽ ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് രജിസ്റ്റർ ആയിട്ടുണ്ടാവും. രജിസ്റ്റർ ആയ സ്ഥിതിക്ക് പിന്നെ നമുക്ക് അടിക്കുമ്പോൾ ഒക്കെ ഓൾറെഡി രജിസ്റ്റർ എന്നാണ് എഴുതി കാട്ടും. അപ്പൊ നമുക്ക് ആകെ വിഷമം, എൻ്റെത് ആവുന്നില്ലല്ലോ. ഇനി ഇതെല്ലാം ആയി, രജിസ്റ്റർ ആയി, ലിങ്ക് മെയിലിൽ വന്നിട്ടുണ്ടാവില്ല. ലിങ്ക് മെയിലിൽ വന്നു, ചിലപ്പോൾ 6 മണിയാകുമ്പോൾ ആ ലിങ്കിന്റെ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അപ്പെക്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ലിങ്ക് മെയിൽ വരും. അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ടച്ച് ചെയ്താൽ എന്ത് ചെയ്യും, അവിടെ ഓപ്പൺ ആവും. അത് ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് അടിച്ച് പാസ്വേഡ് അടിച്ചാൽ അത് ഓപ്പൺ ആയിട്ടുണ്ടാവും. നമുക്ക് എന്താ അറിയോ, നമ്മൾ ബേജാറാ, നമുക്ക് ഈ പൈസ വിഡ്രോ ചെയ്യാൻ ആകെ ബേജാറാ. ഇതെങ്ങനെ ഇപ്പൊ വിഡ്രോ ആയോ? കാരണം നമ്മളെ ലൈഫിൽ വന്ന കമ്പനി മൊത്തം പൊട്ടിപ്പോയിക്ക, ഒരു കമ്പനി നിലനിന്നില്ല. അപ്പൊ കേൾക്കുമ്പോ തന്നെ നമുക്ക് പേടിയാ. വിഡ്രോയിൽ നിന്നോ, നിങ്ങൾ ആലോചിക്കുക, വ്യാഴാഴ്ച വരെ വന്ന ആളുകൾക്ക് പിന്നെ വിഡ്രോൽ കിട്ടി. വെള്ളിയാഴ്ച അത് എന്തിനാണ് കൊണ്ടുവന്നുള്ള സൂമിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തിനാണ് ഈ കടും പിടിച്ചിട്ട് ഇവർ എക്സ്ചേഞ്ച് കൊണ്ടുവന്നുള്ളത് അത് സൂമിൽ പറയാൻ പ്രയാസമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് പറഞ്ഞ് സെപ്പറേറ്റ് എന്നെ വിളിച്ചവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ ഇത് ഇന്ന് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കമ്പനി എടുപിടി എന്നുള്ളത് എക്സ്ചേഞ്ച് കൊണ്ടുവന്നത്. ഇത് ലീഗലായിട്ട് വൈറ്റ് മണി ആയിട്ട് എല്ലാവർക്കും ടാക്സ് അടക്കം റെഡി ആയിട്ട് പോകണം. എല്ലാവരും വിഡ്രോ P2P വഴി ചെയ്യട്ടെ, അല്ലെങ്കിൽ USDT വഴി ചെയ്യട്ടെ, ഒക്കെ എക്സ്ചേഞ്ച് ത്രൂ നടക്കട്ടെ എന്നുള്ള കമ്പനി തീരുമാനമെടുക്കാൻ തക്കതായ കാരണമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കത് പറയാൻ തരില്ല. കാരണം എന്താ അറിയോ, എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് പൈസ എത്തിയാൽ പോരെ. പൈസ ബാങ്ക് കൂടെ കയറണ്ടേ, കൈ കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ബാങ്കിലൂടെ കയറണമെങ്കിൽ എന്ത് വേണം, ഇതിന് സിസ്റ്റമാറ്റിക് ഉണ്ട്. ആ സിസ്റ്റമാറ്റിക് കൊടുത്തന്നെ വരട്ടെ. ഇപ്പൊ 10-18 മാസം കൊടുത്തു, ഒരു ഇഷ്യൂ ഇല്ല. ഇപ്പൊ നമുക്ക് എന്താണ് ഇഷ്യൂ, ഇപ്പൊ കഴിഞ്ഞ ആ ദിവസം മുതൽ നമുക്ക് എക്സ്ചേഞ്ച് ഓപ്പൺ ആകാം. ഇപ്പൊ 10,000 അക്കൗണ്ടുകളായി. ഇനി ബാക്കിയുള്ള അക്കൗണ്ടുകൾ വന്നുകൊണ്ടിരിക്കുക. 35,000 ID ഉണ്ടെങ്കിൽ 23,000 24,000 അക്കൗണ്ട് എന്തായാലും ഉണ്ടാവും. ഈ അക്കൗണ്ടാണ് സമയത്ത് അതിനോരോ വിഷയം ഉണ്ടാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, 100 ആൾക്ക് നമ്മൾ ഫണ്ട് നമ്മളായിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം അതിൽ തന്നെ IFSC കോഡ് തെറ്റും, അക്കൗണ്ട് നമ്പർ തെറ്റും, അതൊക്കെ ഫണ്ട് കറക്റ്റ് കയറൂല. ഇപ്പോ കമ്പനിക്ക് എന്താ ഇഷ്യൂ അറിയങ്ങള്, ഒറ്റയടിക്ക് നമുക്ക് 1000-5000 പേർക്ക് പേയ്മെന്റ് പോയി, കമ്പനിയിൽ നിന്ന് പോയി പറഞ്ഞു. ഇപ്പൊ ആ സിസ്റ്റം നിന്നു. കാരണം എന്താ, അത് നിർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന് നെക്സ്റ്റ് മെത്തേഡ് ഏറ്റവും നല്ല മാർഗം എക്സ്ചേഞ്ചാണ്. ഇത് പബ്ലിക്കിന് കൊണ്ടുവരാം. അപ്പൊ നിങ്ങളൊക്കെ IFSC കോഡ് പേര് ഡീറ്റെയിൽ കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുക്കുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ വർക്കൗട്ടിലോ. ഇന്ന് കൊടുത്ത് നാളെ റെഡി ആയിക്കാണ്ട് വരില്ല. ഒരു എക്സ്ചേഞ്ച് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ മെല്ലെ ഓരോന്ന് ചെയ്തു കൊടുക്കുക. ഇന്ന് ഏകദേശം 100, 200, 300ഓളം ആളുകൾക്ക് വിഡ്രോ കിട്ടിയിട്ടുണ്ട്. ഏതില്, P2P എന്നാ പിന്നെ INR പിന്നെ ഡോളേഴ്സിലും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഡോളറിന്റെ കാര്യം നെക്സ്റ്റ് പറയാം. എക്സ്ചേഞ്ചിനെ കുറിച്ച്, എക്സ്ചേഞ്ചിൽ നമുക്ക് ലിമിറ്റ് എത്രയാ, 500, 6,000, 3,000, 8,000 ഡോളർ വിഡ്രോ ചെയ്ത ആളുകൾക്കൊക്കെ കമ്പനി നമ്മളത് വേറെന്തോ സംഭവമാണ്, ഇവർ ഈ എക്സ്ചേഞ്ചിൽ ദുരുപയോഗം ചെയ്യുന്ന മാതിരി തോന്നിപ്പോയിട്ടുണ്ടാവാം. അപ്പം ലിമിറ്റേഷൻ വെച്ചു, $500 ഒരു ഇതിൽ നിന്ന് ഒരു ദിവസം ചെയ്തോളൂ. $500 എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. സാധാരണ ഒരു മിഡിൽ ക്ലാസ് എബോ അല്ല, ഉള്ളിലാക്ക് $500 എന്നാൽ ഒരു കുഴപ്പമില്ല. $10 മുതൽ $500 വരെ നിങ്ങൾ ഒരു ദിവസം ചെയ്തോളി. പിന്നെ നെക്സ്റ്റ് ഡേ ആക്കാനാ പറയുന്നത്. ഒറ്റയടിക്ക് വലിയ ബൾക്ക് എമൗണ്ട് ചെയ്യരുത്. കാരണം ഉള്ള ലീഡേഴ്സും ഉണ്ട്, ഉള്ള ഇൻവെസ്റ്റേഴ്സും ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ 500 വെച്ച് ചെയ്തോളി, ഒരു പ്രശ്നമില്ല. അത് USDT ആണെങ്കിലും INR ആണെങ്കിലും. ഇത് ചെയ്യുമ്പോൾ എന്താ ലാഭം എന്നറിയാം,
ഒരു ഇഷ്യൂ ഇല്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും. ഒറ്റയടിക്ക് ചെയ്താൽ 4-5 ചെയ്യുമ്പോഴത്തിന് അതിന് ചോദ്യം വരും. ഇത് എവിടുന്ന നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പിന്നാലെ ചോദ്യം ചോദിച്ചാൽ ആൾക്കാരുണ്ടാവും. 500 ആകുമ്പോൾ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തുന്നുണ്ടാവും, പോകുന്നുണ്ടാവും. അതിന്റെ ഗ്യാസ് ഫീ, അതിന് എന്തൊക്കെ ടാക്സോ എന്തോന്നുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ചെയ്യുക. വളരെ ഭംഗിയായിട്ട്, ഒരു കുഴപ്പമില്ല. കിട്ടുന്ന എമൗണ്ടിന്റെ 30% ചെയ്താൽ പോരെ? ടാക്സ് ആണെങ്കിൽ അടച്ചാൽ പോരെ, ഒരു ഇഷ്യൂ ഇല്ലല്ലോ. അത് അടച്ചു കഴിഞ്ഞാൽ വൃത്തിയായില്ലേ പരിപാടി. അപ്പൊ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ടാക്സ് എത്ര ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് എങ്ങനെ 30 ആണെങ്കിൽ 30 ചെയ്യാം. എങ്ങനെയാണോ പിന്നെ ഇതിന്റെ നിയമം, ആ നിയമം അനുസരിച്ച് ചെയ്യാം. CA കണ്ട കറക്റ്റ് പറഞ്ഞുതരും. ഇനി അടുത്ത മാർച്ച് മാസമാണ്. മാർച്ച് മാസം എല്ലാവരും എന്ത് ചെയ്യണം, കണക്ക് ബോധിപ്പിക്കണം. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്കിത് ചെയ്യൽ നിർബന്ധമായതുകൊണ്ട് കമ്പനി എക്സ്ചേഞ്ച് കൊണ്ടുവന്നു. എല്ലാവരും ആ രൂപത്തിലൂടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന്മേ നിങ്ങൾ പാനിക്കായി ടെൻഷൻ അടിച്ചിട്ട് ആകെ നോക്കേണ്ട കാര്യമില്ല. കാരണം അറിയോ, ഇതൊക്കെ നമുക്ക് ഉണ്ടായാൽ മാത്രമേ ഇത് വൈറ്റ് ആകുള്ളൂ, നല്ലേൽക്കാകുള്ളൂ. നമ്മൾ എല്ലാ കമ്പനിമാരും ഫണ്ട് കമ്പനി ആയിട്ട് നിങ്ങൾ കണക്കൂടണ്ട. നമ്മളെ ടോക്കൺ ഒരു മാസം റാങ്കുകൾ കയറി പോകുമ്പോൾ നമുക്ക് ഇവിടെയും തന്നെ എന്ത് വേണം, ഇത് സ്റ്റെപ്പ് ബൈ പോകണം. ഇവിടെ എങ്ങനെയെങ്കിലും കാട്ടിയിട്ട് കയറ്റിക്കാണ്ട് ഇറക്കിക്കാണ്ട് പൈസ കൊടുത്താൽ നടക്കൂല. നടക്കാത്ത കമ്പനി വരെ കമ്പനി തീരുമാനം എടുക്കണമെങ്കിൽ അത് നല്ലതിനായിരിക്കും. ഒരിക്കലും റോങ് ഇൻഫർമേഷൻ അല്ല. നിങ്ങൾക്ക് ഇവർക്ക് റോങ് തന്നിട്ട് നടക്കുന്നില്ല. ഇപ്പൊ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു P2P റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഏകദേശം 15,000 പേര് ഒറ്റയടിക്ക് P2P കയറി എന്തായിക്കാർ സ്ഥിതി? എല്ലാവർക്കും ഹാങ് ആയിട്ടുണ്ടാവും സൈറ്റ്, ഇല്ലേ? അപ്പോ ഒരു 4, 5, 8 ദിവസം കൊണ്ട് P2P ഒക്കെ ലെവലായിട്ട് വരും. കാരണം എന്താ, ഇത് എല്ലാം റെഡി ആയിട്ട് P2P ലെവലാകണം, USDT ലെവലായി ഇതെല്ലാം ക്ലിയർ ആയി വന്നു കഴിഞ്ഞാൽ ഇത് ഡീസെൻട്രൈസ്ഡ് ആയിട്ട് മാറുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിരിക്കും വിഡ്രോവല്, ഇൻസ്റ്റന്റ് ആയിരിക്കും നമുക്ക് പിന്നെ KYC ചെയ്യുന്ന ആളുകൾക്ക് സ്പോട്ടിലാകും. കാരണം എന്താ, ഇപ്പൊ അത് മാനുവലാ. ഓരോന്നും ഓരോ ആധാർ കാർഡിന്റെ നമ്പർ ആണെങ്കിലും അതിന്റെ ഫോട്ടോ ആണെങ്കിലും അതും ഇതും വേറെ. ചില ആൾക്കാർ ആധാർ കാർഡ് അവരടുത്ത് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. ഇപ്പുറത്തും അവരവന് കൊടുക്കും. അവർ കൊടുത്ത പേര് ഇവിടെ ക്ലിയർ ഉണ്ടാവില്ല. ഉദാഹരണം പറയാം, നാസർ NAZER എന്ന് കൊടുത്തു. എന്റെ ആധാർ കാർഡ് NASER ആണ്. അങ്ങനെയാണെങ്കിലോ അത് റിജക്റ്റ് അടിക്കും. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ KYC എടുക്കൂല. ഇതിപ്പോ മാനുവൽ ആണ് വെരിഫൈ ചെയ്യുന്നത്, സ്കാനർ അല്ല. സ്കാനർ ആയി കഴിഞ്ഞാലോ കമ്പനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതെല്ലാം ചെയ്തതിനു ശേഷം കമ്പനി എന്ത് ചെയ്തു, ഇത് ഓൺലൈനായിട്ട് വിടുന്ന സമയത്ത് ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് ആവും. ഇപ്പൊ നമുക്കറിയാം, ഫിനാൻസ് അക്കൗണ്ട് എടുക്കണമെങ്കിൽ നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണം. എന്തിനാ? നമ്മളെ കണ്ണും മൂറും നെറ്റിയും പല്ലൊക്കെ കാണാൻ ഇത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ആ സ്കാൻ എടുക്കുള്ളൂ. അങ്ങനെ നമ്മളിത് ആകുന്നുണ്ട്. അതിനാദ്യം ബേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ട്. ഒരു 5-8 ദിവസം കൊണ്ട് നമുക്ക് ഇതൊക്കെ ക്ലിയർ ആയി കാണും. അപ്പൊ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഭാരി കയറിക്കാണ്ട് ചെയ്യണ്ട. അർജന്റ് ഉള്ളവർ കയറിക്കാണ്ട് P2P ചെയ്തോളി. അർജന്റ് ഉള്ളവർ കയറിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഇൻസ്റ്റന്റ് USDT കൊടുത്തോളി. ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ വൈകുന്നേരം ഒരുപാട് എനിക്ക് വന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുത്തു വിട്ടേക്കാം വേഗം. കാരണം വേഗം ഓരോ മെല്ലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് കാര്യം പറയാനുള്ളത്, അതൊക്കെ മറന്നു പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലേറ്റ് ആയി പോകുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് നിങ്ങളോട്, P2Pന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ മാനുവലാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അല്ലാതെ വേറൊരു ഇതിലും ഇത് ഫാസ്റ്റ് ആക്കാൻ കഴിയില്ല. മാനുവൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. മാനുവൽ കഴിഞ്ഞ് അത് വിഡ്രോ കിട്ടുന്ന മാനുവലാണ്, നമ്മൾ KYC നോക്കുന്ന മാനുവൽ തന്നെയാണ്. അല്ലാതെ ഒരു വേറെ രൂപത്തിലൊന്നും അല്ല. പിന്നെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടന്റ് പറയാണ്ടായിരുന്നു, അത് മറന്നുപോയി. പിന്നെ ഓക്കെ. പിന്നെന്താ ചോദിച്ചാല്, പിന്നെ നമ്മൾ ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ ടീം ലീഡേഴ്സിനോട് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഇത് ഞാൻ ഇൻവെസ്റ്റേഴ്സിനോടല്ല പറയുന്നത്, ലീഡേഴ്സായി നിൽക്കുന്ന ആളോട് പറയുന്നത്. നിങ്ങൾക്ക് ഇന്റേണൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര ശതമാനം ഉണ്ടായിരുന്നു? 3% നമുക്ക് പോവുമായിരുന്നു. ഇപ്പൊ $1,000 നമുക്ക് കിട്ടിയ വരുമാനം 2 ദിവസം 3 ദിവസം ഒരാഴ്ച 10 ദിവസത്തിലാവട്ടെ, $1,000 ഒരാൾക്ക് $1,000 അടിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ $1,000 ചെയ്യുമ്പോൾ 3% പറഞ്ഞാൽ $30 പോവുമായിരുന്നു. 3% പറഞ്ഞാൽ ഇല്ലേ? എന്നാൽ കമ്പനി $3 ആക്കി കുറച്ചു. എത്ര? $3 ആക്കി. എന്തിനാ? സ്പീഡായിട്ട് കാര്യം നടക്കട്ടെ. അപ്പൊ $3 ആയി കുറക്കുന്ന സമയത്ത് ആൾക്കാർ പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യുക, അയാളെ പൈസ റിലീസായി ഈ ID അടിച്ചു കൊടുക്കാൻ ചെയ്യാം. അപ്പൊ എന്തുണ്ട്, ട്രാൻസാക്ഷൻ കുറേ കുറക്കാൻ പറ്റും. ഇത് ലീഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും ഇൻവെസ്റ്റേഴ്സിനോടല്ല. നിങ്ങൾ മറ്റോടെ കണ്ടുപിടിക്കാനും അല്ല. നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇന്ത്യയിലും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് $3 ആണ് ചെലവ് വരിക. ഓക്കെ. ആ $3 എത്ര? 10 അപ്പർ സ്റ്റോക്കും വേണം. ഇത്രയും ഉണ്ടെങ്കിൽ എന്താ മെച്ചമുള്ളത്? എന്താ, നിങ്ങൾക്കത് വിറ്റ് കാശാക്കാം, കൊടുക്കാം. അല്ല, നിങ്ങൾക്കത് ടോപ്പ് ചെയ്താ, ഇതൊന്നും ഞാൻ കമ്പനിൽ പറയല്ല, നിങ്ങൾക്ക് അല്ലെങ്കിൽ 5-8 ദിവസം ഒന്നിച്ച് വിഡ്രോ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതുവരെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം,
നമ്മളൊന്ന് നിൽക്കണം. ഓക്കെ, എന്താ ഞാനിത് പറയാൻ കാരണം അറിയാം, ഇന്ന് നമ്മളെ ഡെവലപ്പേഴ്സും നമ്മളെ സിഒയും ഒരേ കാരണം സിഒ വരെ ഇതിന്റെ പിന്നാലെ, കാരണം നമുക്ക് എന്ത് നിർദ്ദേശം ഇങ്ങനെ തന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ അവർ തന്നെ ഈ KYC റെഡി ആവാൻ വേണ്ടി എല്ലാവരും നമ്മളെ ഒപ്പം തന്നെ നിൽക്കുന്നത്. ഓരോ ഇൻഫർമേഷൻ തരുന്നതിനാണ്, നമ്മൾ പാനിക്കാതെ നിൽക്കാനാണ്. കാരണം എല്ലാരും നമ്മളൊക്കെ കഴിവാണ്, നമ്മളൊക്കെ കാരണമാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഈ കമ്പനി ഉണ്ടെങ്കിൽ നമ്മളുള്ളൂ, ഇല്ലേ? നമ്മളും വേണം, കമ്പനി വേണം. ഇതൊരു കൂട്ടായ്മയിലൂടെ പോണതാണ്. ഈ കൂട്ടായ്മ വലിയ ഒരുക്കത്ത്, കാരണം ഒന്നുമല്ലാത്ത ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 18,000 റാങ്കിൽ നിന്നും 1043 റാങ്കിലെത്തിയ ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ആ ടോക്കറി ഇതിപ്പോ നിന്നില്ലെന്ന് അവർ പറയണേ, ഒരു 1 വീക്ക് കഴിയട്ടെ 1000 താഴെ നമുക്ക് കാണാം. ഇത് വലിയ സംഭവമാണ്. ഓക്കെ, ഇത് ചെറിയ സംഭവമല്ല, ഇത് വലിയ സംഭവമാണ്. അപ്പൊ ഈ ഒരു സംഭവം നമുക്കിപ്പോ വിറ്റ് കാശാക്കാൻ പറ്റാത്ത എന്താ അറിയോ, ലീഡേഴ്സിനോട് പറയണേ, നമ്മൾ ഫുള്ള് ടെൻഷനിലാണ്. കാരണം എന്താ, വിഡ്രോവൽ കാണാനില്ല. പല ഗ്രൂപ്പുകളിലും നമ്മളെ കമ്പനിയെ കുറിച്ച് പോസിറ്റീവ് വരില്ല ഒരിക്കലും. എന്താ, മാങ്ങ ഉള്ളതിമൊക്കെ എറിയുള്ളൂ. ന്യൂനതകൾ കാട്ടിക്കൊടുത്തിട്ട് മറ്റവനെ ബലഹീനാക്കാൻ പോവാ. ഒരു ബലത്തിൽ നിൽക്കണ്ട. നമ്മളെ സിഇഒ നമ്മളെ ഫ്രണ്ടിൽ നിന്നിട്ടാ പറയണത്, ഞാനുണ്ട്. ഈ കമ്പനി നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇത് ബിനാൻസിൽ എത്തിക്കും എന്നുള്ളതാണ്. കാരണം എന്താ, അയാളുടെ ഡ്രീമാണ് ബിനാൻസിൽ എത്തിക്കുക എന്നുള്ളത്. അതിന്റെ കൂടെ നമുക്ക് ചാരി നിൽക്കുകയാണെങ്കിൽ, നമ്മൾ വാങ്ങി വെച്ച അപ്പെക്സ് ടോക്കൺ ഉണ്ടല്ലോ, 10 സെന്റ് വാങ്ങിച്ചേ, ഇത് $5 വിൽക്കാൻ പറ്റുന്ന ഒരു കാലം അധികം ദൂരമല്ല. നമുക്കൊപ്പം നിന്നാ ഇത് നമുക്ക് കിട്ടും. ലൈഫിൽ ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്, അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നോക്കിങ്ങള്, നമുക്ക് കാലങ്ങളായിട്ട് വിഡ്രോൾ കിട്ടാതിരിക്കണില്ല. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച മുതൽ ഈ എക്സ്ചേഞ്ച് വന്നൊരു കാരണം കൊണ്ട് ആകെ പാനിക്കാ. നമ്മളൊക്കെ ഈ കമ്പനിയിൽ നിന്നാണ് നമുക്ക് ഇപ്പൊ എന്നൊക്കെ 10-16 മാസം, 19 പിടി 16 ഞാൻ വന്നിട്ടുള്ള മാസം, അല്ലെങ്കിൽ 1 വർഷം, അല്ലെങ്കിൽ 8 മാസം വരെ നിങ്ങൾക്ക് ഡെയിലി ROI ഒരു ദിവസം പോലും തരാതെ കറക്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഈ കമ്പനി ഒരു ദിവസത്തിന്റെ ആ എക്സ്ചേഞ്ചാ മാറ്റിയത്, അല്ലാതെ വിഡ്രോൾ എടുത്ത് മാറ്റിയേക്കല്ല. അതിന് തക്കതായ കാരണം കമ്പനിക്ക് പറയാനുണ്ട്. അത് പറയാൻ സൂമിലൂടെ പറ്റില്ല. പറയപ്പെട്ട നിങ്ങളൊക്കെ ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും. ലീഡേഴ്സിന് അറിയും ചെയ്യും എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത്. ഇതൊക്കെ മാറ്റിമറിയും. എല്ലാവർക്കും നോക്കി ഇതെല്ലാം മറിഞ്ഞിട്ട് നമുക്ക് വരും. ഒരു 5-6 ദിവസം കൊണ്ട് ഇത് P2P എല്ലാവരും സിമ്പിൾ ആയിട്ട് വരും. കാരണം ഇപ്പൊ നമുക്ക് പാനിക്കായി, നമ്മൾ ഇടങ്ങേറ് കൊണ്ട് പ്രയാസപ്പെട്ട് അത് കുത്തുന്ന തന്നെ അപ്പൊ തന്നെ നമുക്ക് ക്ലിയറിലല്ല പോണേ. നമുക്ക് അപ്പൊ ക്ലിയർ അല്ല. കാരണം നമ്മൾ ബേജാറായിട്ട് അടിച്ചു, അപ്പൊ റോങ് കാണിക്കും. അപ്പൊ നമ്മൾ റെഡി ആയില്ല. റിവ്യൂ ആണ്, അതും ശരിയായിട്ടില്ല, ഇത് ഇന്ത്യയിൽ വരുന്നില്ല. പല ഇഷ്യൂകളും പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ അർജന്റ് കൂടാതെ മെല്ലെ മെല്ലെ ചെയ്തോളൂ. ഇത് നടന്നേ മതിയാവും. ഇത് 100% നടക്കും. ഇനി അത്ര അത്യാവശ്യം, കാരണം ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കോളോട് കോളേക്ക് എല്ലാവർക്കും വിഷയമാണ്. എനിക്ക് ആ പീസ്, എനിക്ക് ഈ പീസ്, അങ്ങോട്ട് ഇങ്ങോട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ബേജാറാക്കും. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ കുറച്ച് ദിവസം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയി പോകുന്നുണ്ടാവും. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത്, ഈ ബിസിനസ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഈ ബിസിനസ്സിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പിടിച്ചെത്താൻ പറ്റും. ഞാൻ ഇത്ര മാത്രമേ ചെയ്യുള്ളൂ, $50 ബിസിനസ് മാത്രം എടുത്താൽ മതി. ഒരു ടെൻഷനും കൊടുക്കുന്നുണ്ടാവില്ല. കാരണം $50 വിഡ്രോ ചെയ്യണമെങ്കിൽ ഒരു മാസം പിടിക്കും. ഓക്കെ, ഈ $50 ഒരാൾ ഇൻവെസ്റ്റർ കൊണ്ടാൽ ഒരു മാസത്തിലേക്ക് 1000 രൂപ കിട്ടുള്ളൂ. അങ്ങനെ 50ന്റെ ആളുകളെ കൊണ്ടുവന്ന് ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് ഈ കമ്പനിക്ക് വേണ്ടത്, അല്ലാതെ വലിയ ഫണ്ടേ അല്ല. കമ്മ്യൂണിറ്റി വേണ്ടേ? കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ എല്ലാം നടക്കുള്ളൂ. അപ്പൊ ആളുകളാണ് ഇമ്പോർട്ടന്റ്. ട്വിറ്റർ ഫോളോ ചെയ്യുക, ടെലഗ്രാം ഫോളോ ചെയ്യുക. നമുക്ക് കോയിൻജിക്കോ അധികം ദൂരമല്ല. ഈ എക്സ്ചേഞ്ച് ഒക്കെ വരുന്നത് ഇതിന്റെയൊക്കെ കാരണങ്ങളാണ്. കാരണം ഇതിന്റെ ഓഡിയം കണ്ടുവേണം നമുക്ക് അവിടെയൊക്കെ പോകാൻ. എല്ലാം മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, എനിക്ക് തൊണ്ടയിൽ വെള്ളം പറ്റിക്കാണ്, സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല. എന്നാലും 10-650 ആളുകൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊരു ടീമിന്റെ മീറ്റിംഗാണ്, ഇത് കമ്പനി മീറ്റിംഗ് അല്ല. കമ്പനി മീറ്റിംഗ് വൈകാതെ ഉണ്ടാവും. ഒരു അപ്ഡേഷൻ കമ്പനിയിൽ സൂപ്പറായി വരുന്നുണ്ട്. ആ അപ്ഡേഷൻ നമ്മുടെ സിഇഒ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും. മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്യൂകളൊക്കെ മാറുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരും. അധികം ദൂരമല്ല. എക്സ്ചേഞ്ച് സിമ്പിൾ ആയിട്ട് മാറുന്ന ഇൻസ്റ്റന്റ് വിഡ്രോൾ, ഇൻസ്റ്റന്റ് ഡെപ്പോസിറ്റ് വരുന്ന ഒരു കാലം ദൂരമല്ല. അത് നമുക്ക് അപ്പം തന്നെ ക്രെഡിറ്റ് ആകുന്ന ഒരു രൂപമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാം, P2P എന്ന ഓപ്ഷൻ തേർഡ് പാർട്ടി അല്ല ഫണ്ട് തരുന്നത്, കമ്പനിയാണ് ഫണ്ട് തരുന്നത്. അതുകൊണ്ട് ഒരു ടെൻഷൻ എടുക്കുന്ന നിങ്ങൾ അക്കൗണ്ട് ബ്ലോക്ക് ആവില്ല. കാരണം എന്താ അറിയാം, ഒരു ചെറിയ ഫണ്ട് വന്നിട്ട് എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്.
കാരണം എന്താ, 2000 രൂപ വന്നപ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. കാരണം അത് ഫോൺ ഫണ്ട്, നമുക്ക് അറിയില്ല ആരാ കിട്ടുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ആരെങ്കിലും വിഡ്രോ ചെയ്ത് കിട്ടുന്ന ഫണ്ട് നമുക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും, എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ആവും. അപ്പൊ അത് വളരെ സൂക്ഷിക്കുക. നമുക്ക് ഇവിടുന്ന് തരുന്ന ഫണ്ട് വൈറ്റ് ആണ്, നല്ല ഉഷാറിലാണ്. ഒരിക്കലും ഒരു ടെൻഷൻ അടിക്കുന്ന ഫണ്ടല്ല. നിങ്ങളെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന അക്കൗണ്ടും അല്ല വരുന്നത്, ഫണ്ടൊന്നും അല്ല വരുന്നത്. ഇത് GST ടാക്സും ഒക്കെ കൊടുത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള അക്കൗണ്ട് നിന്നാണ് ഫണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, ഇന്ന് ഞാൻ നിർത്തുകയാണ്. നെക്സ്റ്റ് നാളെ വീണ്ടും കാണും. ഓക്കെ, താങ്ക് യു.